കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിട്ടുള്ളൊരു താലൂക്കാണ് ഹോസ്ദുർഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഫൈനാൻഷ്യൽ എക്സ്പ്രസ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്ന വർഷമാണ് 2006. ഇന്ത്യയിൽ വിവരാവകാശ നിയമം ഒരു കാലത്ത് ബാധകമല്ലാത്ത ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളിൽ പെടാത്തതാര് എന്നുള്ളതാണ് ചോദ്യം. അത് KP കേശവ മേനോനാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പെടുന്നവരാണ് കുഞ്ഞാപ്പി, ഗോവിന്ദപ്പണിക്കറും ബാഹുലയനും. ഇനി ഖേത്രി ചെമ്പുകനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയുടെ പ്രധാനമന്ത്രിയാണ് പേഷ്വ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം എന്ന് പറയുന്നത് നന്ദലാൽ ബോസ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചതാണ് വീരേശലിംഗം പന്തലു. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായൊരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടേതാണ് ഈ വാക്കുകൾ? മെക്കാളെ പ്രഭുവിൻ്റെതാണ്. ഇന്ത്യയും പാകിസ്ഥാനും താഷ്കന്റ് കരാറിൽ ഒപ്പിട്ട വർഷം എപ്പോഴാണ്? 1966. ആങ് സാൻ സൂക്കി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമായിരുന്നു ഇസ്രായേൽ. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ നിയമസമിതി സ്ഥാനത്തേക്ക് വന്നത് ഇസ്രായേൽ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ളൊരു സംവിധാനമാണ് ജനഹിത പരിശോധന. പഞ്ചവത്സര പദ്ധതികൾക്ക് അനുമതി നൽകുന്നതാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ. ഇൻഷുറൻസ് മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ് മൽഹോത്ര കമ്മിറ്റി. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ ലിഗ്നറ്റ് നിക്ഷേപങ്ങൾ കണ്ടുവരുന്നു. നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി. പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ. ഇന്ത്യയിലെ ചില പ്രമുഖ വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ പേരാണ് ബോംബെ പദ്ധതി. കേരളത്തിൻ്റെ ജനസാന്ദ്രതയായി പറയുന്നതാണ് 860. IFSC കോഡിന് ഡിജിറ്റുകൾ എത്ര എണ്ണമുണ്ട്? 11. ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ചൊരു വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നൊരു വാതക കുമിളയുടെ വലിപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം എന്ന് പറയുന്നത് ബോയിൽ നിയമം ആണ്. ആകാശത്തിൻ്റെ നീലനിറത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് വിസരണം ആണ്. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിൻ്റെ പ്രവേഗം കൂടി വരുന്ന നിലയിലേക്ക് മാറ്റി എഴുതുമ്പോൾ വായു, ജലം, ഇരുമ്പ് എന്ന് തന്നെയാണ് എഴുതുന്നത്. അടുത്തത് 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റം ഉണ്ടായിരിക്കും? അത് 72 ആണ്. 72. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. പാചകവാതകത്തിൻ്റെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ബയോഗ്യാസിലെ ഘടകമാണെന്നുള്ളതാണ് ശരി. പിന്നെ മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നതും ശരി. പ്രകൃതിവാതകത്തിലെ പ്രധാനപ്പെട്ട ഘടകവുമാണ്. ഇനി ഒരാറ്റത്തിലെ N ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32 ആണ്. N ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി 32. വ്യാവസായികമായിട്ട് അമോണിയ നിർമ്മിക്കുന്നതിന് പറയുന്നതാണ് ഹേബർ പ്രക്രിയ. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ആകെ എണ്ണം 80. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണം വാതപ്പനി. കേരളത്തിലെ നെല്ലു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പട്ടാമ്പി. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെ ബാധിക്കുന്നതാണ്? തൈറോയിഡ് ഗ്രന്ഥി. കേരള ഗവൺമെൻറ് മാരക രോഗങ്ങളുടെ ചികിത്സക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരാണ് കാരുണ്യം പദ്ധതി. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നൊരു പരിസ്ഥിതി പ്രശ്നമാണ് ആഗോള താപനം. ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗമാണ് കണ. മലമ്പനിക്ക് കാരണമായ രോഗകാരിയാണ് പ്ലാസ്മോഡിയം.